പല കാരണങ്ങൾ മൂലം ഈ പുരുഷമന്ദത ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ലാപ്ടോപ്പ് നമ്മൾ മടി വെച്ച് ഉപയോഗിക്കുന്നു, ജങ്ക് ഫുഡ് കഴിക്കുക, കുറേ അധികം ആൾക്കാർ മദ്യപിക്കുന്നവരുണ്ട്, കുറേ അധികം ആൾക്കാർ പുകവലിക്കുന്നവരുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്തതിനെ ഒന്ന് രക്ഷപ്പെടാൻ പറ്റുമോ ഈ പുരുഷന്മാർക്ക്? ഉത്തരം നിങ്ങളിൽ തന്നെയാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം നമുക്ക് പുകവലിക്കണം, തീർച്ചയായിട്ടും അത് നമുക്ക് ഇപ്പോൾ ഒരു റംസാൻ്റെ നോയമ്പ് വരുന്നു, അല്ലെങ്കിൽ ഒരു ഈസ്റ്റർ വരുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ശബരിമലയ്ക്ക് മാലയിടുന്നു, നമ്മൾ ഇതുവല്ലതും ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മളിതൊക്കെ അവോയ്ഡ് ചെയ്യും. ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. തീർച്ചയായിട്ടും നമുക്കിതിനെ അവോയ്ഡ് ചെയ്യാം. പിന്നെ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ നമുക്കൊരു ക്രമാതീതമായ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആരും പ്രതീക്ഷിക്കില്ല. നമ്മുടെ ഒരു ബീജങ്ങളുടെ ഒരു അവസ്ഥ ഇമ്പ്രൂവ് ചെയ്യാൻ മിനിമം ഒരു 3 മാസമെങ്കിലും എടുക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പുരുഷ വന്ധ്യത നമുക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 മുതൽ 6 മാസത്തേക്ക് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ചികിത്സയും വേണ്ടി വരത്തില്ല. നമ്മുടെ ബീജങ്ങളുടെ അളവ് നല്ല വിധത്തിൽ ഇമ്പ്രൂവ് ചെയ്യും. നമുക്ക് ഈ കുട്ടികളില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് നല്ല മോചനം കിട്ടുകയും ചെയ്യും.